ഞാൻ ശ്രീനേട്ടനെ ശരിക്കും ആദ്യം കാണുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംവത്സരങ്ങൾ എന്നൊരു സിനിമയുണ്ടായിരുന്നു. സത്യൻ എന്നുള്ളൊരു സംവിധായകൻ ചെയ്ത ഒരു പടം. എൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ ആയിരുന്നു ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. ദാറ്റ് വാസ് 85-86 ആ സമയത്തായിരുന്നു. അതൊരു വലിയ ഭയങ്കര ഓംപുരി അഭിനയിച്ച ആദ്യത്തെ മലയാള സിനിമയാണ്. പടം റിലീസായില്ല. ആ സിനിമയുടെ സമയത്ത് അന്നത്തെ ആ സിനിമയിൽ ശ്രീനേട്ടൻ, രാജൻ പി ദേവ്, ജഗദീഷ്, ഓംപുരി തുടങ്ങിയൊരു വലിയ താരനിര, മുരളിച്ചേട്ടൻ അടക്കമുള്ളൊരു വലിയ താരനിര അന്നത്തെ കാലത്ത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ആ സിനിമയുടെ ഭാഗമായിട്ട് കുറേ ദിവസങ്ങളോട് എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ശ്രീനേട്ടനെ പരിചയപ്പെടും. ശ്രീനേട്ടൻ തുടങ്ങുന്നത് ഭയങ്കര ഓടിപ്പിടിച്ച് ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരു ശ്രീനിവാസനാണ് ഞാൻ അന്ന് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് കാലം കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശ്രീനേട്ടനോടൊപ്പം വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ശ്രീനേട്ടനായിട്ട് കുറേ കൂടുതൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം ഒഴിമുറി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ശ്രീനേട്ടനും ഞാനും കൂടി ഒരു സിനിമയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ സിനിമ സന്ദർഭവശാൽ നടന്നില്ല. പക്ഷേ ഞങ്ങൾ ആലോചിച്ച സിനിമ നടന്നില്ല. പക്ഷേ അതിനൊരു കാരണമാകുന്നത്, ഒഴിമുറി ചെയ്യാനുള്ള കാരണമാകുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു റൈറ്റർ ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീനേട്ടനാണ് എന്നോട് ജയമോഹൻ്റെ ഇങ്ങനൊരു കഥയുണ്ട് എന്ന് എന്നോട് പറയുന്നത്. ഞാൻ വായിച്ച കഥയായിരുന്നു. എന്നിട്ട് പോലും അന്ന് എനിക്ക് ഓർത്തില്ല. പക്ഷെ അതിനകത്തൊരു കഥയുണ്ട് എന്ന് ആലോചിച്ച ശ്രീനിവാസൻ പിന്നീട് അതിൻ്റെ തിരക്കഥ എഴുതിയപ്പോൾ ശ്രീനേട്ടൻ അതിനകത്ത് അഭിനയിക്കാമെന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ തിരക്കഥ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അത് മാറി ലാലിലേക്ക് മാറുകയും ചെയ്തത്. കാരണം അതിനൊരു കാരണം ഉണ്ടെന്ന് ശ്രീനേട്ടൻ പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഇത് പറ്റുന്നൊരു സ്വഭാവമുള്ളൊരു കഥയല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് വേറൊരു രീതി, കാരണം രണ്ട് തരത്തിലാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി കാണുന്ന കാഴ്ചയിലൂടെ എഴുതാൻ മറ്റൊരാൾക്ക് ഒരു കാരണവശാലും സാധ്യമല്ല എന്നുള്ള. കാരണം ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്നും പോകുന്ന ഓരോ കഥകളും അദ്ദേഹത്തിന് മാത്രം എഴുതുകാനും അദ്ദേഹത്തിന് മാത്രം പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റുന്ന ഒരു കാര്യമുണ്ടെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. കാരണം ശ്രീനേട്ടൻ്റെ കാരണം അന്ന് ഒരുപാട് കഥകൾ ശ്രീനേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥകളൊന്നും തന്നെ പിന്നീട് കാലത്ത് കഥ പറയുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ പോലത്തെ ഒരു കഥ ഞങ്ങൾ ആലോചിച്ചിരുന്നു. അത് പിന്നീട് വേറൊരു രീതിയിൽ സരോജ് കുമാർ എന്നുള്ള രീതിയിലേക്കുള്ള സിനിമമായി മാറുന്നുണ്ട്. അപ്പം ശ്രീനിവാസന് പറഞ്ഞാൽ മാത്രം പറ്റുന്ന തരത്തിലേക്കുള്ള കഥകൾ എഴുതുക എന്ന് പറയുന്നത് അത് തിരിച്ചറിയുന്ന ഒരു പറ്റം സംവിധായകർ നമുക്കുണ്ടായിട്ടുണ്ട്. സത്യേട്ടനെ പോലെ, കമൽ സാറിനെ പോലെ, പ്രിയദർശനെ പോലെ, സിബി സാറിനെ പോലെയുള്ള സംവിധായകരെ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു വന്നപ്പോഴും ശ്രീനിവാസൻ എന്നൊരു വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള ചലച്ചിത്രങ്ങൾ മലയാളി ഉള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം, ഈ മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80കളുടെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള പല സിനിമകളുടെയും ഡയലോഗുകൾ ഇന്ന് പുതിയ ജെൻസി പിള്ളേരുടെ ട്രോളുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. അതിനകത്തുള്ള സീനുകൾ എടുത്തുകൊണ്ടാണ് അവർ പുതിയ തരത്തിൽ ഈ ട്രോളുകൾ ഉണ്ടാക്കുന്നത്. അപ്പം അന്നത്തെ ഒരു ജനറേഷനും ഇന്നത്തെ ഒരു ജനറേഷനും ഇനി വരാനിരിക്കുന്ന ജനറേഷനും ഇത് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളത് തന്നെയാണ് ശ്രീനിവാസൻ എന്ന വ്യക്തി എഴുതിയിട്ടുള്ള ചലച്ചിത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം ഒറ്റ കാര്യമുള്ളൂ, ഞാനത് വരവേൽപ്പ് പോലെയൊക്കെയുള്ള ചില സിനിമകൾ ചെയ്തപ്പോഴൊക്കെ ശ്രീൻ്റെ കൂടെ ഈ അഭിനയിക്കാൻ കൂടെ ഇരുന്നപ്പോഴും ഗുരുവിൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ ദിവസം ഒരുമിച്ചുണ്ടായതാണ്. അപ്പം മോഹൻലാലും ഒക്കെയായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം, ശ്രീനിവാസൻ കാണുന്ന കാഴ്ച മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്ന വാചകം, കാരണം ചെറിയൊരു വസ്തുവിനെ കണ്ടാൽ പോലും പുള്ളിയുടേതായ ഒരു കാഴ്ചയുണ്ടെന്നുള്ളതാണ്. ഞാൻ അതിനകത്ത് ഏറ്റവും രസം തോന്നിയ ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ വടക്ക് നോക്കി യന്ത്രം ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാനും അതിനകത്തൊരു പട്ടാളക്കാരൊരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടിയെ നമ്മുടെ നാട്ടിൽ ഈ കൊപ്രയടിക്കാൻ കൊള്ളുന്ന വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ സാധനത്തിനകത്തുനിന്ന് അതിനകത്ത് വേറൊരു കാഴ്ച ഉണ്ടാക്കാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് കഴിഞ്ഞു. കാരണം ഒരു വസ്തു കാണുമ്പോൾ അത് അങ്ങനെയും ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ടത്. അപ്പോൾ ആ കാഴ്ചകളിലേക്കെല്ലാം ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും എന്നും കരുതുന്നതാണ്, ശ്രീനിവാസൻ ജീവിച്ചിട്ടുള്ളത് സാധാരണ മനുഷ്യന്മാരോടൊപ്പമാണ്, മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യന്മാരോടൊപ്പമാണ്. അവരുടെ കഥകൾ പറയാനും അത് എഴുതാനും അത് സിനിമയാക്കി മാറ്റാനും ശ്രീനിവാസനെ പോലൊരു വ്യക്തിക്ക് മാത്രം കഴിയുന്നൊരു കാഴ്ചയാണ്. അത് ഒരു സാധാരണ ഇപ്പോൾ പറയുക എല്ലാ എഴുത്തുകാർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഓരോ എഴുത്തുകാരനും നിന്നും വേറിട്ട് നിൽക്കുന്നത്, അയാളുടെ മൗലികമായിട്ട് അയാൾ മാറി നിൽക്കുന്നത് അയാൾ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്, അയാളുടെ അനുഭവങ്ങൾ തന്നെയാണ്. അത് ശ്രീനിവാസൻ എന്ന വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ
മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് കരുതാനാണ് എനിക്ക് ഇഷ്ടം. കാരണം ഭൗതികമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ഇല്ലാതാകാം, പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകളും പറഞ്ഞ വാചകങ്ങളും ചെയ്ത സിനിമകളുമെല്ലാം ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന്. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കും. മനുഷ്യൻ്റെ ജീവിതമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.